C4 കാർപ്പറ്റ്സ് ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ചയില്ലാതെ ബ്രാൻഡഡ് കർട്ടനുകളുടെയും ഫർണിഷിംഗ് ഐറ്റംസുകളുടെയും അതിവിപുലമായ ശേഖരം 2 നിലകളിലായി ആർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ. കൊച്ചിയിൽ ഹോൾസെയിൽ കിട്ടുന്ന ആകെ ഒരു സ്ഥാപനം ഞങ്ങളുടെ ഷോപ്പാണ്. അത് നെറ്റ് കട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് റേഞ്ചിൻ്റെ ആയിരിക്കും. ഇത് കാർട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 130 സ്റ്റാർട്ടിംഗ് ആണ്. വിൻഡോ 130, ഡോർ 150, വെറും 20 രൂപ. 4 മാറ്റ് വെറും 79 രൂപ. ഫാമിലി ബെഡ്ഷീറ്റ് വെറും 300 രൂപ. റിലയൻസിന്റെ 100% റിലയൻസിന്റെ 475 രൂപ 2 പീസിന്. C4 കാർപ്പറ്റ്സ്, ഒരു ദശാബ്ദത്തിന്റെ പാരമ്പര്യം. പള്ളുരുത്തിയുടെ സ്വന്തം C4 കാർപ്പറ്റ്സ്. സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിനെ പൈതൃക ടൂറിസം ക്യാമ്പസാക്കും. അഡ്വക്കേറ്റ് KS അരുൺകുമാർ. സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിനെ പൈതൃക ടൂറിസ്റ്റ് ക്യാമ്പസാക്കുമെന്ന് അഡ്വക്കേറ്റ് KS അരുൺകുമാർ. കാലടി മുഖ്യ ക്യാമ്പസിനെ പൈതൃകൻ ടൂറിസം ക്യാമ്പസാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് KS അരുൺകുമാർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സർവകലാശാലയുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധ സമരത്തിനോടനുബന്ധിച്ച് വിദ്യാർത്ഥി പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് കാലടി മുഖ്യ ക്യാമ്പസിലുള്ള സിൻഡിക്കേറ്റ് ഹാളിൽ സംഘടിപ്പിച്ച പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുപോലെ ഗവേഷക വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പ്രത്യേകം പഠിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ബുധനാഴ്ച അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അധ്യാപകരുടേതായിട്ടുള്ള സംശയങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായിട്ട് ഈ ക്യാമ്പസിനെ ഒരു മികവിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് സർവകലാശാല എടുത്തിരിക്കുന്നത്. അതിന് കുട്ടികളെല്ലാം പൂർണ്ണ പിന്തുണ തന്നെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതുപോലെ ഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഹോസ്റ്റൽ പ്രവേശനത്തിന് 100 രൂപയായിരുന്നു ആപ്ലിക്കേഷൻ ഫീസ്, അത് 50 രൂപയാക്കി കുറച്ചു. ഹോസ്റ്റൽ വാടക 150 രൂപയായിരുന്നു, അത് 125 കുറച്ചു. ഹോസ്റ്റൽ ഓരോ റൂം അലോട്ട്മെന്റിന് 250 രൂപയായിരുന്നു, അത് അടുത്ത കാലത്ത് 500 ആക്കിയിരുന്നു. അത് 250 തന്നെയായിട്ട് പഴയ ഫീസായിട്ട് കുറച്ചു. ടോട്ടൽ ഡെപ്പോസിറ്റ് പൂർണ്ണമായിട്ട് തിരിച്ചു കൊടുക്കും. അതുപോലെ ഗസ്റ്റ് റൂമിന് 200 രൂപയായിരുന്നു, അത് പകുതിയാക്കി 100 രൂപയായിട്ട് കുറച്ചു. അങ്ങനെ കുട്ടികൾക്ക് ഏറ്റവും ഗുണകരമാകുന്ന തരത്തിൽ ഫീസ് സ്ട്രക്ചറിൽ വലിയ മാറ്റം വരുത്തി കൂടുതൽ വിദ്യാർത്ഥി സൗഹൃദ ക്യാമ്പസ് എന്ന രൂപത്തിൽ എടുത്ത തീരുമാനങ്ങളെല്ലാം കുട്ടികളും അധ്യാപകരും പിന്തുണയ്ക്കുകയാണ്. ക്യാമ്പസിന്റെ അച്ചടക്കം നിലനിർത്താനും അത് പൂർണ്ണമാക്കാനും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഒരു ലഹരി വിമുക്ത ക്യാമ്പസാക്കി മാറ്റാനുള്ള ശ്രമത്തിലും വലിയ മാറ്റമാണ് കഴിഞ്ഞ 15 ദിവസം കൊണ്ട് വന്നത്. അതിന് ഈ പ്രദേശത്തുള്ള നാട്ടുകാരും മാധ്യമങ്ങളും എല്ലാം നല്ല പിന്തുണ നൽകി. രക്ഷിതാക്കൾ വലിയ പിന്തുണ നൽകി. രക്ഷിതാക്കൾക്ക് നിരവധി ആളുകൾ നേരിട്ട് വന്നു, കത്തുകൾ തന്നു. അപ്പോൾ അത്തരത്തിലുള്ള പിന്തുണയോടെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലെ എല്ലാ സമരങ്ങളും അവസാനിപ്പിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾ വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ തന്നെയാണ് ചർച്ചയ്ക്ക് ശേഷം പോയിട്ടുള്ളത്. അവരത് പ്രഖ്യാപിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് വാക്ക് തന്നിരിക്കുന്നത്. അത്തരത്തിൽ എല്ലാ വിഷയവും ഷെഡ്യൂൾ ചെയ്തു, അല്ല കൃത്യമായിട്ട് പരിഹരിച്ചു. ഷെഡ്യൂൾ ചെയ്ത പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. ഇനി ഗവേഷകർക്ക് ഉള്ള തർക്കങ്ങൾ കേൾക്കാൻ, എന്തെങ്കിലും പരാതികൾക്ക് കേൾക്കാൻ, സമയബന്ധിതമായിട്ട് അവരുടെ ഗവേഷണം പൂർത്തീകരിക്കാൻ, അവരെ വ്യക്തിപരമായിട്ട് കേൾക്കാൻ വേണ്ടി അടുത്ത ബുധനാഴ്ച ഗവേഷക വിദ്യാർത്ഥികളുടെ ഒരു പ്രത്യേക യോഗം കൂടി വിളിച്ചിട്ടുണ്ട്. സർവകലാശാലയിലെ തിയേറ്റർ, ഫൈൻ ആർട്സ്, സംഗീതം, ഡാൻസ് വകുപ്പുകളെ ഏകോപിച്ചാണ് പൈതൃക ടൂറിസം ക്യാമ്പസ് പദ്ധതി നടപ്പിലാക്കുക. കുറഞ്ഞ 3 മേഖലകളിൽ വിദ്യാർത്ഥികളെ വിദഗ്ധരാക്കുന്ന വിധം നൂതനമായ നൈപുണ്യ വികസന കോഴ്സുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. അസാപ്, നോളജ് മിഷൻ എന്നിവയുമായി ചേർന്ന് ഹ്രസ്വകലാ കോഴ്സുകൾ തുടങ്ങും. വിദ്യാർത്ഥി സൗഹൃദ ക്യാമ്പസാണ് സർവകലാശാലയുടെ ലക്ഷ്യം. ക്യാമ്പസിലെയും ഹോസ്റ്റലിലെയും അടിസ്ഥാന സൗകര്യങ്ങളും അപര്യാപ്തതകളും പരിഹരിക്കും. സർവകലാശാലയിലെ PTA ശക്തിപ്പെടുത്തും. ഹോസ്റ്റലിലെ റീഡിംഗ് റൂമുകൾ വിപുലപ്പെടുത്തും. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചു. അഡ്വക്കേറ്റ് KS അരുൺകുമാർ പറഞ്ഞു. UG വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ സമയം രാത്രി 7:30 വരെയായിരിക്കും. എന്നാൽ പുറത്തു പോകേണ്ട ആവശ്യ സാഹചര്യം ഉണ്ടെങ്കിൽ രാത്രി 9:30 വരെ മൂവ്മെന്റ് രജിസ്റ്ററിൽ പേര് രേഖപ്പെടുത്തി പുറത്തു പോകാൻ അനുമതി നൽകാൻ തീരുമാനിച്ചു. PG വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ സമയം രാത്രി 9:30 വരെയായിരിക്കും. എന്നാൽ ക്യാമ്പസിൽ നടക്കുന്ന വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ട് അനുമതിയോടുകൂടി കൂടുതൽ സമയം അനുവദിക്കുന്നതാണ്. ഗവേഷകർക്ക് രാത്രി 11 ശേഷവും റീഡിംഗ് റൂം ഉപയോഗിക്കാവുന്നതാണ്. രാത്രി 11 ശേഷം ഹോസ്റ്റലിന്റെയും റീഡിംഗ് റൂമിന്റെയും രജിസ്റ്ററിൽ പേര് രേഖപ്പെടുത്തേണ്ടതാണ്. മെഡിക്കൽ ആവശ്യങ്ങൾ, പാർട്ട് ടൈം ജോലി, മറ്റ് അടിയന്തര ആവശ്യങ്ങൾ എന്നീ സാഹചര്യങ്ങളിൽ പ്രത്യേക അനുമതിയോടെ പുറത്തു പോകാവുന്നതാണ്. സർവകലാശാലയുടെ മുഖ്യ കവാടം രാത്രി 11 അടയ്ക്കുന്നതായിരിക്കും. വർദ്ധിപ്പിച്ച ഹോസ്റ്റൽ ഫീസിൽ ഇളവ് വരുത്തി പുതുക്കി നിശ്ചയിക്കാൻ തീരുമാനിച്ചു. ഇതുപ്രകാരം ഹോസ്റ്റൽ മുറി വാടക 125 രൂപയും ഗവേഷകരുടെ മുറി വാടക 250 രൂപയും
അപേക്ഷാ ഫീസ് 50 രൂപയും ഗസ്റ്റ് ഫീസ് 100 രൂപയുമായിരിക്കും. നിലവിൽ ഉയർന്ന നിരക്കിൽ ഹോസ്റ്റൽ ഫീസ് അടച്ച വിദ്യാർത്ഥികൾക്ക് വരും മാസങ്ങളിലെ ഫീസിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ അനുമതി നൽകുന്നതാണ്. ഗവേഷകരുടെ വിഷയങ്ങൾ പ്രത്യേകമായി ചർച്ച ചെയ്യുന്നതിന് ജൂലൈ 23 പ്രത്യേക യോഗം ചേരാനും ചർച്ചയിൽ തീരുമാനമായതായി അഡ്വക്കേറ്റ് KS അരുൺകുമാർ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ വി ലിസി മാത്യു, ഡോക്ടർ M സത്യൻ, രജിസ്ട്രാർ ഡോക്ടർ മോത്തി ജോർജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാലടി.